ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾക്കുള്ള വിഷുവിൻ്റെ സന്ദേശം. ഈ വർഷത്തെ വിഷു സന്ദേശങ്ങൾ എന്താണ് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. സോ പൈൽ നമ്പർ 1, നിങ്ങൾ ഏത് കിങ് ആണ് ചൂസ് ചെയ്യുന്നത്? അതാണ് നിങ്ങൾ കിങ് ഓഫ് കപ്സ് ആണോ ചൂസ് ചെയ്യുന്നത്? പൈൽ നമ്പർ 1. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണോ ചൂസ് ചെയ്യുന്നത്? പൈൽ നമ്പർ 2. ആൻഡ് കിങ് ഓഫ് സോഡ്സ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ പൈൽ നമ്പർ 3. ഇതിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്? അതാണ് നിങ്ങളുടെ റീഡിങ്. ഓക്കെ, ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഓക്കെ, സോ പൈൽ നമ്പർ 1, നിങ്ങൾക്കുള്ള വിഷുവിൻ്റെ സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 1. Okay, so let's start. First വന്നിട്ട് 9 of swords energy, 5 of swords. Next, Queen of Ocean, Death card, 4 of Cups and Queen of Pentacles energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷു സന്ദേശം നിങ്ങൾക്കുള്ളത് ആങ്സൈറ്റി ആൻഡ് ബോർഡം എനർജി, ക്വീൻ ഓഫ് ഓഷൻ ആൻഡ് ബോർഡം എനർജി കണക്ഷൻസ് ആണ്. ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ഉള്ളിലുള്ള വികാരങ്ങൾ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ആങ്സൈറ്റി ആണ് എങ്കിൽ ഇത് നിങ്ങളുടെ ചിന്തകളെ, അതായത് നിങ്ങൾ എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്നത് നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലെ പുറകോട്ടേക്ക് വലിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ എനർജി, നിങ്ങളിപ്പോൾ സമയമെന്ന് പറഞ്ഞത് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സമയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ആങ്സൈറ്റി ഉണ്ട്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഭയങ്കര ആങ്ഷ്യസ് ആണ് അടുത്തിടെയായിട്ട്. അത് നിങ്ങൾക്ക് ഒരു ട്രബിൾ കൊണ്ടുവരുന്നു എന്നുള്ളത്. കാരണം നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. പക്ഷേ ഈ ഒരു സമയത്തിൽ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്നു. അതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണോ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ എയിം എന്താണോ, അതൊക്കെ ശരിയായിട്ടുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ മൊത്തം ഈ ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ യഥാർത്ഥ ഗോള്, സ്വപ്നമൊന്നും നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. മാത്രമല്ല 4 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് കൂടിയുണ്ട്. ഒരു ഫിസിക്കൽ, അതായത് ശാരീരികമായിട്ടുള്ള ഇതിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് തോന്നും ചിലപ്പോൾ നിങ്ങൾ 2 ദിവസമായിട്ട് കുളിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഡാണ്, ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ തോന്നുന്ന ആ ഒരു, അതായത് നിങ്ങളുടെ രൂപവും ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങളൊരു നെഗറ്റീവ്, അതായത് നിങ്ങൾ എന്തൊക്കെയോ അനുഭവിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നു, നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഡാണ്, നിങ്ങൾ എപ്പോഴും എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ അവിടെ തന്നെ ഇരിക്കുമ്പോൾ ഒരു, അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഒരു വേറെ ലോകത്തിലാണെന്നുള്ളൊരു ഫീലിംഗ്, ആ ഒരു ഡൾ ഫീലിംഗ് ആണ് മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എനർജി ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രഷറോ അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റെന്തോ ആങ്സൈറ്റി പാറ്റേൺ നിങ്ങളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടാൻ പറ്റാത്തതിൻ്റെ ഒരു ആങ്സൈറ്റി ആണ്, ആ ഒരു സ്ട്രെസ്സാണ് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് മെൻ്റൽ ഓവർലോഡ് എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം പലരെയും സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു ഓവർലോഡാണ് മെൻ്റലി എടുക്കുന്നതെങ്കിൽ അത് നിങ്ങളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഒന്ന്, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വളരെയധികം ഫലപ്രദമാവുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഡിസാറ്റിസ്ഫൈഡ് ആണ് ജീവിതത്തിൽ. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഡിസാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ തൃപ്തരല്ല എന്ന് പറഞ്ഞാൽ, ഞാനിതിൽ തൃപ്തരല്ല എന്ന് പറഞ്ഞ് വെറുതെ കണ്ണടച്ചിരുന്നാൽ ഓട്ടോമാറ്റിക്കലി കാര്യങ്ങളൊന്നും ഒരിക്കലും ചേഞ്ച് ആവില്ല. പക്ഷേ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കണം. നിങ്ങൾ ജീവിതത്തിൽ ഒരു കാര്യത്തിൽ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്കില്ല എങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ചില ആസ്പെക്ട്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല, പക്ഷെ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാത്തതാണ് നിങ്ങളുടെ മെയിൻ ഒരു, എന്ത് ചെയ്താൽ നിങ്ങൾ ഹാപ്പിയാവും. പലപ്പോഴും ഇത് ആങ്സൈറ്റി, ഡിപ്രഷൻ അതുപോലുള്ള കാര്യങ്ങളുടെ സിംറ്റം ആവും. ഒന്ന്, നിങ്ങൾക്ക് തന്നെ ഇത് നേരെയാക്കാം, അതല്ലെങ്കിൽ ഒരു സൈക്കോതെറാപ്പിസ്റ്റ്, സൈക്കോളജിസ്റ്റിൻ്റെയൊക്കെ സഹായം തേടുക, ഒരു കൗൺസിലറുടെയോ സഹായം തേടുക. ഇവിടെ ചില സിറ്റുവേഷൻസ് സൂചിപ്പിക്കുന്നത്
യു നീഡ് ടു ബ്രിങ് സംതിങ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ എന്തോ ഒന്ന് കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം ജീവിതത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ്, ബോർഡ്, ആങ്സൈറ്റി, സ്ട്രെസ്സും നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ കരിയർ ആണോ, അതോ റിലേഷൻഷിപ്പാണോ, അതോ മറ്റെന്തെങ്കിലും ആണോ, അതാ നിങ്ങൾ ആദ്യം ചിന്തിക്കുക. എന്നിട്ട് അത് മനസ്സിലാക്കി എവിടെയാണ് മാറ്റം വരുത്തേണ്ടത് ലൈഫിൽ എന്നുള്ളത് ചിന്തിക്കുക. നിങ്ങൾ ചിലപ്പോൾ ഒരു പ്രണയമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ, ഇൻട്രോവേർട്സ് അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യുക. എന്തെങ്കിലും ഡേറ്റിംഗ് ആപ്സ് അതുപോലുള്ള കാര്യങ്ങൾ. അതല്ല എങ്കിൽ നോർമലായിട്ട് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു അറേഞ്ച് മാരേജ് സിസ്റ്റത്തിലേക്ക് വേണമെങ്കിൽ നോക്കാം. ആ ഒരു രീതിയിൽ ഇഷ്ടപ്പെടുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുക. അത് ഇവിടെ ഒന്നിനും ഒരു തിരക്കില്ല. അറേഞ്ച് മാരേജ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിലും അതല്ല ഇനി മറ്റ് ഡേറ്റിംഗ് ആപ്സിലാണെങ്കിലും രണ്ടിലും ആളുകളെ കണ്ട് സംസാരിക്കുമ്പോൾ ഒറ്റയടിക്ക് ആ ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അതുപോലുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിച്ച് പോകാതിരിക്കുക. ഓവർ തിങ്കിങ്ങും ചെയ്യാതിരിക്കാം. അപ്പോൾ ഒരു വ്യക്തിയെ കാണാൻ അവരോട് സംസാരിക്കാം. പബ്ലിക് ആയിട്ടുള്ള പ്ലേസസിൽ അതുപോലുള്ള ഇടങ്ങളിൽ സംസാരിച്ച് ഒത്തിരി സമയം ഒരുമിച്ച് ചിലവഴിക്കാനും കാര്യങ്ങളും, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നതല്ല, ഫ്രണ്ട്സ് ആവുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും പലരുടെ അടുത്തും കുറച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സെയിം വൈബുള്ളവരെങ്ങനെയാണ് അവരോട് കുറച്ചുകൂടി കൂടുതലായിട്ട് സംസാരിക്കുക. എല്ലാം ഓപ്പണായിട്ട് പറയണമെന്നല്ല ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി ആദ്യം മാറ്റുക. കാരണം നിങ്ങളുടെ ഉള്ളിലൊരു ബിലീഫാണ് ദർ ഇസ് നോ വൺ ഓർ നത്തിങ് ഔട്ട് ദെയർ ഫോർ മീ. അതായത് ആരും എനിക്കില്ല, എനിക്ക് പറ്റിയ ഒരാൾ ഈ ലോകത്തിലില്ല, അല്ലെങ്കിൽ എന്നെ ആരും പ്രണയിക്കില്ല, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഒന്നും ഇല്ല, എനിക്ക് കിട്ടില്ല, ഇതൊക്കെയാണ്. സോ ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ യു മേ നോട്ട് ബി എന്താ പറയുക, നിങ്ങളിലേക്ക് തന്നെ മറ്റുള്ളവരിലേക്ക് കൂടുതൽ അടുക്കുന്നതിന് പകരം നിങ്ങളിലേക്ക് ഉൾവലിയാണ്. കോഴ്സ് ഇൻട്രോവേർട്ട് ആയിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സമയം വേണം റീചാർജ് ചെയ്യാൻ, നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കാം. പക്ഷെ കുറച്ച് സമയമെങ്കിലും പുറത്ത് ചിലവഴിക്കാൻ മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് സഹായകരമായിരിക്കും എന്നുള്ളത്. ആദ്യം തന്നെ ഹാവ് ഫെയ്ത്ത്. നിങ്ങളുടെ ഫെയ്ത്ത്, അതായത് റിന്യൂ യുവർ ഫെയ്ത്ത് ദാറ്റ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വയ്ക്കുക. അതായത് ഒരു പോസിറ്റിവിറ്റി മൈൻഡിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ഒരു എനർജി നിങ്ങളെ സഹായകരമായിരിക്കും മുന്നോട്ടേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്. ആ ഒരു എനർജി എന്ന് പറയും നിങ്ങളുടെ ലൈഫിൽ അബണ്ടൻസ്. ശരിക്കും ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു അഡ്വൈസ്, ഒരു ഗൈഡൻസ് എന്നുള്ള രീതിയിലാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഹാപ്പിനെസ് എത്തുന്നുണ്ടോ എന്നുള്ളതിൽ പറയുമ്പോൾ യെസ്, ലൈഫ് ഈസ് ബ്രിങ്ങിങ് യു ഹാപ്പിനെസ്, അബണ്ടൻസ് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. ഈ ഒരു എനർജി, അതല്ലെങ്കിൽ ഒരു എനർജി ഓഫ് ക്യൂൻ ഓഫ് മോഷൻ എനർജി സൂചിപ്പിക്കുന്നത് ഈ പറയുന്ന സ്ട്രെസ്സും ആങ്സൈറ്റിയിൽ നിങ്ങൾ പുറത്ത് കടക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ലവിങ് പാർട്ട്ണർ, ഒരു ഫാമിലി, നല്ലൊരു കംഫർട്ട് സോൺ, നല്ലൊരു കരിയർ, എല്ലാം ഇപ്പോൾ ഫിനാൻഷ്യലി പുറകിൽ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്ന ഒരു സിറ്റുവേഷൻ, സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിലാണെങ്കിൽ മെറ്റീരിയൽ ഔട്ട്കം നിങ്ങൾക്ക് ലഭിക്കുന്നു. അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇമോഷണലി വെൽബീയിങ്, അതേപോലെ തന്നെ സ്പിരിച്വൽ വെൽബീയിങ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇനി ചില ആളുകളെ സംബന്ധിച്ച് ഒരു സ്ട്രെസ്, പ്രഗ്നൻസി റിലേറ്റഡ് ആണെങ്കിൽ ഈവൻ ആ ഒരു എനർജിയും വളരെ പോസിറ്റീവാണ്. ഈ ഒരു എനർജി ക്വീൻ ഓഫ് ഓഷൻ, എംപ്രസ് എനർജിയാണ്. എംപ്രസ് എനർജി ഈസ് ബർത്ത്, ന്യൂ ബിഗിനിങ്, ക്രിയേറ്റിവിറ്റിയാണ്. ക്രിയേറ്റിവിറ്റി ഇൻ ദ സെൻസ് നിങ്ങൾ പ്രഗ്നൻസി ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ എന്താണോ അതിനെ തേടി പോകുന്ന ഒരു എനർജി കൂടിയിട്ടാവാം ഇത് സൂചിപ്പിക്കുന്നത്. ഒരു മദർലി ഫിഗർ. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടൈം ടു ഗ്രോ, ടൈം ഫോർ യു ടു സ്റ്റാർട്ട് സംതിങ് ന്യൂ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഡെത്ത് കാർഡ് ആൻഡ് 5 ഓഫ് സോഡ്സ് എനർജി വിത്ത് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. ഈ ഒരു എനർജി കണക്ഷൻ ഈവൻ പുതിയൊരു തുടക്കമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റിവിറ്റി, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്കുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു ആഗ്രഹിച്ച തരത്തിലുള്ളൊരു ജീവിതം എവിടെയാണ് എന്നുള്ളൊരു സംശയമായിരിക്കാം നിങ്ങളെ ചിലപ്പോൾ പുറകോട്ടേക്ക് വലിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ കൺമുൻപിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. ഇവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ജോലിയിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലായിരിക്കാം. നിങ്ങളെ ചിലപ്പോൾ മറ്റുള്ളവർ മേക്ക് യുവർ സെൽഫ് ഫീൽ
നിങ്ങളെ ചെറുതാക്കി കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും ഇവിടെ. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ വിശ്വസിച്ച ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാക്കി കാണിക്കുന്ന രീതിയിൽ വളരെ ക്രൂവലായിട്ട് നിങ്ങളോട് പെരുമാറുന്നുണ്ടാവും. ഒരു ദയമില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ കൊച്ചാക്കുന്ന രീതിയിൽ, നിങ്ങളെ ഡീമീൻ ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ പ്രണയം, സ്നേഹത്തിലൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ടതാവാം ഈ ഒരു സ്റ്റക്ക് എനർജിയുടെ ഒരു കാര്യം. പക്ഷേ ലൈഫ് ഈസ് ഫുൾ ഓഫ് സർപ്രൈസസ്. ജീവിതത്തിൽ ഇനി നല്ല ആളുകൾ ലൈഫിലുണ്ട്, നല്ല ബന്ധങ്ങളുണ്ട്, നല്ല കരിയേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ വ്രണപ്പെടുത്തിയിട്ടില്ല, നിങ്ങളുടെ ആ ഒരു പ്രണയത്തെ തച്ചുടച്ചിട്ടുള്ള ആ ഒരു ആളുകൾ ഈ ലോകത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അത് പാസ്റ്റാണ്. നൗ യു ആർ ട്രാൻസ്ഫോമിങ്. ആ ഒരു എനർജിയിൽ സ്റ്റക്കായിട്ട് നിൽക്കാതെ നിങ്ങളെന്താണ് അതിൽ നിന്ന് പുറത്ത് കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫാമിലിയിലുണ്ടായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ആയിരിക്കാം. പല ആളുകളുമായിട്ട് അൺഫെയർ ആയിട്ട് നിങ്ങളെ പലരും ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അറിയാം ഇവരൊക്കെ ആരാണ് എന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾ അവരെ അതുപോലെ അപമാനിക്കണമെന്നല്ല, അവരെന്താണെന്ന് മനസ്സിലാകുമ്പോൾ അവർക്ക് ഒരു കോൾഡ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അതായത് നിങ്ങൾക്കത് മനസ്സിലാക്കി, അത് അവർ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ പിന്നെ പെരുമാറുമ്പോൾ നിങ്ങൾ അതുപോലെ തിരിച്ച് ഒന്നും സംഭവിക്കാത്ത പോലത്തെ ഒരു പെരുമാറ്റത്തിലേക്ക് തന്നെ പോകാം. പക്ഷേ അവരുടെ എങ്ങനെയായിരുന്നു നിങ്ങൾ പണ്ടുണ്ടായിരുന്നത്, അവരെന്ത് പറയുന്നതും കേൾക്കുന്ന രീതിയിൽ നിന്ന് മാറുക. നിങ്ങളും ഒന്നും അറിയാത്ത പോലെ, അതായത് കഴിഞ്ഞത് പാസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവരെ ഫൊഗീവ് ചെയ്തു, നിങ്ങളോട് ഫൊഗീവ് ചെയ്ത് മുന്നോട്ടേക്ക് പോയി. അപ്പോൾ പിന്നെ അത് പാസ്റ്റാണ്, നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ യു ഡിൻ ഫൊർഗെറ്റ്, നിങ്ങളത് മറക്കരുത് എന്താണ് അവർ ചെയ്തതെന്ന്. പിന്നെ പുതിയ ബന്ധങ്ങളിലേക്കും പുതിയ ജീവിതത്തിലേക്കും പോവാം. അവിടെ ഹാപ്പി ആയിട്ടിരിക്കുക. എക്സ്പ്ലനേഷൻസ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. ആളുകൾ പറയും എന്തുകൊണ്ടാണ് ഇങ്ങനെ, അതാണ് അവർക്കറിയാം അവരാണ് കുറ്റക്കാര് എന്നുള്ളത്. പക്ഷെ അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം ഈ കൊച്ചു കാര്യങ്ങൾക്ക് ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള രീതിയിലുള്ള ഉപദേശങ്ങളായിരിക്കും. സോ സ്റ്റേ ഗ്രൗണ്ടഡ്. നിങ്ങൾ അഗ്രസീവായിട്ട് പെരുമാറണ്ട, പക്ഷെ പോസിറ്റീവായിട്ട് നിങ്ങൾ പെരുമാറുക. അതായത് നിങ്ങളുടെ ലൈഫാണിത്, മറ്റുള്ളവരെ എന്ത് പറയുന്നു എന്നതിനനുസരിച്ചിട്ടല്ല നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് പോകേണ്ടത്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ആരാണ്, എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം വിശ്വാസം ഉണ്ടാവുക. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ വളരെ അഫെക്ഷനേറ്റ് ആണ്. അപ്പോൾ ഇതിൽ പറയുന്ന എനർജി ഡെത്ത്, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ഉയരത്തിലേക്ക് എത്തുന്ന, പൊസിഷൻ വൈസ് നല്ല ഉയരത്തിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളോട് ചെയ്തതിന് നിങ്ങളുടെ ഉള്ളിലുള്ള ഇന്നസെൻസ്, ആ പ്രണയം, ആ ഒരു കാരുണ്യം എടുത്ത് കളയാതിരിക്കുക. അവർ ചെയ്തതു അത് കഴിഞ്ഞു. നിങ്ങൾ ഇനി പുതിയൊരു ജീവിതമാണ്. അപ്പോൾ ഇനി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. നിങ്ങൾക്ക് ഇനിയും ടൈമുണ്ട്. ന്യൂ ഫൗണ്ട് ഫാമിലി, പ്രണയമായാലും ഫ്രണ്ട്ഷിപ്പ് ആയാലും മറ്റെന്ത് കാര്യമാണെങ്കിലും. പക്ഷെ ഇനി നിങ്ങൾ ബി പ്രാക്ടിക്കൽ, ഡൗൺ ടു എർത്ത് ആയിട്ട് കൈൻഡായിട്ടിരിക്കുക, പക്ഷെ ബി പ്രാക്ടിക്കൽ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഇപ്പോഴത്തെ ടൈം എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കീ ടാസ്ക് എന്താണ് അതിൽ ഫോക്കസ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു പൊസിഷൻ, ഇപ്പോൾ ഒരു ലേഡിയാണ്, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു ലേഡി ആയിട്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു മാൻ ആയിട്ട് പോകാനുള്ള ഒരു സാധ്യത വർക്ക് സ്പേസിൽ സപ്പോർട്ട് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ബി പ്രാക്ടിക്കൽ, ഗെറ്റ് ഇൻവോൾവ്, അതായത് ആളുകളായിട്ട് ഇൻവോൾവ് ചെയ്യുക, പക്ഷെ പ്രാക്ടിക്കലായിട്ടിരിക്കുക. ആർക്കാണ് നിങ്ങളുടെ സഹായം അനിവാര്യമായിട്ടുള്ള സഹായം കൊടുക്കുക. പക്ഷേ അമിതമായിട്ട് ഡോണ്ട് ബി അവൈലബിൾ ഓൾവേസ്. നമ്മൾ എപ്പോഴും ഒരാൾക്ക് അവൈലബിൾ ആകുമ്പോൾ അവർക്ക് വില ഉണ്ടാവില്ല. നിങ്ങളുടെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ അവർക്ക് അവൈലബിൾ ആവുന്നത്. പക്ഷെ അവരത് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്കൊരു പണിയില്ലാത്തത് കൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നത് എന്നുള്ള രീതിയിൽ അതിനെ കാണും. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മെയിൻ തീമെന്ന് വെച്ചിട്ട് കിങ് ഓഫ് കപ്സ് എനർജിയാണ്. വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള, വളരെ പോസിറ്റീവായിട്ടുള്ള, പല തരത്തിലുള്ള നല്ല പോസിറ്റീവ് എനർജീസ്, നല്ല ബന്ധങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ കിങ് ഓഫ് കപ്സ് എനർജി നിങ്ങളുടെ ഇൻറ്റഗ്രിറ്റി, നിങ്ങളുടെ ഓണർ എല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ്. മറ്റ് വ്യക്തികളിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ഫാമിലി, ആഗ്രഹിച്ച പോലത്തെ ഒരു കരിയർ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെപ്പോലെ തന്നെ ചിന്തിക്കുന്ന ആളുകൾ നല്ലൊരു എംപതി, ബാലൻസ് ചെയ്തിട്ടുള്ള, മറ്റുള്ളവരോട് കാരുണ്യമോ സ്നേഹമോ കാണിക്കുന്ന ഒരു ഐഡിയൽ പാർട്ട്ണർ നിങ്ങൾക്ക്
ലഭിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഇമോഷനെ ഫോളോ ചെയ്യുക, അതേസമയം പ്രാക്ടിക്കലായിട്ടിരിക്കുക. നിങ്ങളുടെ ഇമോഷൻസ് മറ്റുള്ളവരോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്കില്ല എന്നുള്ളതും മനസ്സിലാക്കുക. ട്രസ്റ്റ് ദാറ്റ് യു ആർ റൈറ്റ്. മറ്റുള്ളവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മൾ പൈൽ നമ്പർ 2ലേക്ക് കിടക്കാം. സോ പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന സന്ദേശം എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ പൈൽ നമ്പർ. സോ പൈൽ നമ്പർ 2 നിങ്ങൾക്കുള്ള വിഷു സന്ദേശം, നിങ്ങളുടെ വിഷുവിൻ്റെ സന്ദേശം എന്താണ് പൈൽ നമ്പർ 2 എന്ന് നമുക്ക് നോക്കാം. Let's see pile number 2. Four of Swords, Six of Pentacles, Angel of Oceans, Strength card, World card, 9 of Pentacles and നിങ്ങളുടെ മെയിൻ തീം. ഈ ഒരു എനർജി ഫസ്റ്റ് ഓഫ് 4 of Swords എനർജി ആൻഡ് വേൾഡ് കാർഡാണ്. അതേപോലെ തന്നെ ഏഞ്ചൽ ഓഫ് ഓഷ്യൻസ് കണക്ഷൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി കണക്ഷൻ നിങ്ങളുടെ ലൈഫിൽ എന്താണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് കൂടിയിട്ട് ശ്രദ്ധിക്കുക. ലൈഫ് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരുപോലെ ആയിരിക്കില്ല. നിങ്ങളുടെ ലൈഫിൽ പല പുതിയ കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇവിടുത്തെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ റിക്കവറി ഫേസ് ആണ്. ഇപ്പം റിക്കവറി ഫേസ് എന്ന് പറയുമ്പോൾ ഏത് തരത്തിലാണ് നിങ്ങൾ അതിനെ കാണുന്നത് എന്ന് കൂടി അതിന് കൂടി പ്രാധാന്യം ഉണ്ട്. കാരണം ഈ ഒരു ഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾ പലരെയും സംബന്ധിച്ചിടത്തോളം ജീവിതത്തെ ഓരോരുത്തർ ഏത് രീതിയിൽ നോക്കി കാണുന്നു അതിനനുസരിച്ചിട്ടാണ്, അതുപോലെയാണ് ജീവിതം. പലരുടെയും ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നത് അവരതിനെ ഏത് രീതിയിൽ കാണുന്നു എന്നുള്ളതാണ്. പലരുടെയും കാഴ്ചപ്പാട് ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം വളരെ വലുതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു വർക്ക് ഹോളിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ വർക്ക് ഹോളിക് ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങൾ ബ്രേക്ക് എടുക്കുന്നുണ്ടാവില്ല ജോലിയിൽ. ഏത് സമയവും ജോലി 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 എന്നുള്ളൊരു ചിന്തയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇനി ജോലി ചെയ്യാത്തൊരു വ്യക്തിയാണ്, നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിലും ഞാൻ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് നിങ്ങളുടെ ജോലി എന്തായാലും അതൊരു ഓഫീസിൽ പോയിട്ട് ചെയ്യുന്ന ഫുൾ ടൈം വർക്കാണെങ്കിലും 9 to 5 ജോബാണ്. അതല്ല വീട്ടിൽ വർക്ക്, രാവിലെ തുടങ്ങി 24 hours റെസ്റ്റ് ഇല്ലാത്ത വർക്ക്, ആ ഒരു ഞായറാഴ്ചയും അവധി ഇല്ലാത്ത ആ ഒരു വർക്കാണ് എങ്കിലും ഇവിടെ സൂചിപ്പിക്കുന്നത് ഏത് തരം ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിലും നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ള റെസ്റ്റ് അനിവാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്യുന്നത് അത് നിങ്ങൾ ചെയ്യുന്ന വലിയ കാര്യമാണ് എന്നുള്ളതും, അല്ലെങ്കിൽ ഒരു ദിവസം പോലും ഞാൻ ലീവ് എടുക്കുന്നില്ല എന്ന് പ്രൗഡായിട്ട് പറയുന്ന ആളുകളും, ചിലപ്പോൾ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളുകളുണ്ടാവും, ചിലപ്പം ഇടയ്ക്ക് അസുഖം വരുന്നവരുണ്ട്, അല്ലെങ്കിൽ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ അസുഖം ഉണ്ടാകുമ്പോൾ ലീവ് എടുക്കേണ്ടി വരുന്നവർ, അവരെ ഞാൻ വളരെ പ്രൗഡായിട്ട് ഇത് പറയുമ്പോൾ ഇത് നമ്മളുടേതായിട്ടുള്ള പ്രത്യേകിച്ച് കഴിവൊന്നുമല്ല, ഓരോരുത്തരുടെ സാഹചര്യമാണെന്ന് മനസ്സിലാക്കാൻ കൂടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങളിങ്ങനെ ഒരു നിമിഷം പോലും റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡി, നിങ്ങളെ വായ കൊണ്ട് പറയുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ ബോഡി അത് അക്സെപ്റ്റ് ചെയ്തുകൊള്ളണമെന്നില്ല. നിങ്ങൾക്കുള്ള പല പ്രശ്നങ്ങളും, ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നുണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ ഓഫീസിൽ നല്ല രീതിയിലായിരിക്കും, പക്ഷേ ഈ സ്ട്രെസ്സ് മുഴുവൻ കൊണ്ടുവന്ന് കളയുന്നത് വീട്ടിലെത്തുമ്പോഴായിരിക്കും. വീട്ടിലെല്ലാവരോടും ഇറിറ്റേഷനും, അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരായാലും എന്തിനും ഏതിനും തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യം, ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ അതിൻ്റെ പരിണിത ഫലമാണ്. കാരണം അത് ഓഫീസിൽ കാണിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് വീട്ടിൽ കാണിക്കും. ഇനി നിങ്ങളൊരു ഹയർ പൊസിഷനിലാണെങ്കിൽ താഴെയുള്ളവരോട് അത് കാണിക്കും, കാരണം അവിടെ കാണിക്കാമല്ലോ. ആ ഒരു രീതിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. ഇത് ആരും ഇമ്പോസ് ചെയ്തതല്ല. നിങ്ങളിൽ റെസ്റ്റ് എടുക്കേണ്ടുന്ന സമയം, റിക്കവറി റീജനറേഷൻ്റെ ടൈമാണ്. റെസ്റ്റ് എടുക്കേണ്ടുന്ന സമയത്ത് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. ടേക്ക് ടൈം അവേ ഫ്രം വർക്ക് എന്നുള്ളത് പറയുമ്പോൾ തന്നെ ടേക്ക് ടൈം അവേ ഫ്രം റിലേഷൻഷിപ്പ് ഓർ എനി സ്ട്രെസ്ഫുൾ കമ്മിറ്റ്മെൻറ്റ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ലീവ് എടുക്കാം, ലീവ് എടുത്ത് വീട്ടിലിരിക്കാം, ലീവ് എടുത്ത് എവിടെയെങ്കിലും യാത്ര ചെയ്യുകയൊക്കെ ചെയ്യാം. അത് പെട്ടെന്ന് ലീവ് എടുത്ത് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ലീവ് എടുത്ത് ഫാമിലിയോടൊപ്പം ഒരു യാത്ര പോകുന്നു, 1, 2, 3 ദിവസത്തേക്ക് പോവുകയാണെങ്കിൽ ഫാമിലിയിലുള്ളവർക്കും ഇപ്പോൾ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, വീട്ടിൽ ഹൗസ് വൈഫോ ഹൗസ് ഹസ്ബൻഡോ വീട്ടിലുണ്ടെങ്കിൽ അവരും സെയിം കാര്യങ്ങൾ തന്നെയാണ്
എല്ലാ ദിവസവും ചെയ്യുന്ന അവർക്കും ഒരു റെസ്റ്റ് അനിവാര്യമായിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ച് എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ അവർക്കും റെസ്റ്റ്, നിങ്ങൾക്കും റെസ്റ്റ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒന്നുകിൽ സോളോ ട്രിപ്പ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ പോവുക. വീട്ടിലുള്ളവരാണെങ്കിലും ഫുൾ ടൈം ഹൗസ് വൈഫോ ഹൗസ് ഹസ്ബൻഡ്സോ ആയിട്ടിരിക്കുന്നവരും, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു റെസ്റ്റ് അനിവാര്യമാണ്. അപ്പോൾ അവരും 1, 2, 3 ദിവസത്തേക്ക് എവിടേക്കെങ്കിലും മാറി നിൽക്കുക, അവരുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് ആണ് പലരും ചെയ്യുന്ന കാര്യങ്ങൾ. വല്ലപ്പോഴും ഒക്കെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ചെയ്യും. പക്ഷെ അത് അല്ലാതെ നിങ്ങളൊരു ഫ്രീ ആയിട്ട് ഈ പറയുന്ന പോലെ മറ്റുള്ളവരുടെ വീട്ടിലോ അല്ലെങ്കിൽ വേറെ ഇടങ്ങളിലല്ല, ഒരു ഹോട്ടലിൽ പോയി നിൽക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് പറ്റുന്ന അവസ്ഥയിലുള്ളവരിടത്തേക്ക് മാറി എവിടെയെങ്കിലും നിൽക്കുന്നത്, അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാം. ഇതൊക്കെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല. പലരും ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് ഒരു ദിവസം എക്സ്ട്രാ കിട്ടുകയാണെങ്കിൽ അത് പൈസയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് സേവ് ചെയ്ത് വയ്ക്കാം എന്നുള്ള രീതിയിലും. പക്ഷേ നിങ്ങൾ ചിന്തിക്കാത്ത കാര്യം, നിങ്ങൾ റിട്ടയർ ആവുന്ന സമയത്ത് നിങ്ങൾ ഈ റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്യുമ്പോൾ ജീവിതത്തിൽ ഒന്നും ആസ്വദിക്കാതെ ആകുമ്പോൾ പ്രായമാകുമ്പോൾ ചില ആളുകൾ ഇറിറ്റേറ്റഡ് ആവും. അതിലൊന്ന്, അവർ ജീവിതത്തിൽ ഒന്നും ആസ്വദിച്ചിട്ടില്ല, മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് വേണ്ടി സമ്പാദിച്ചു എന്ന് പറയും. അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അവർ ലൈഫിൽ അവർ ചെയ്ത ആ കാര്യം അവർ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടല്ല ചെയ്തത്, മനസ്സുകൊണ്ട് ത്യാഗമാണ് അവർ ചെയ്തിട്ടുള്ളത്, കടമയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ നെഗറ്റീവായിട്ട് അവരെ അത് ബാധിക്കുക. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരെയും ബാധിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പറ്റുന്ന സമയങ്ങളിൽ അപ്പോൾ ഒരു എന്തെങ്കിലും ഒരു റിജുവനേഷന് കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ മസാജിന് പോവുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് സെൽഫ് കെയറിനുള്ള കാര്യങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ആക്സെപ്റ്റ് ദാറ്റ് തിങ്സ് ആർ ഹൗ ഇറ്റ് ഈസ്. പക്ഷേ അതിൽ നിന്ന് ഒരു റെസ്റ്റ് നിങ്ങൾക്ക് അനിവാര്യമാണ് എന്നുള്ളതാണ്. ടൈമിൽ നിങ്ങൾ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് ലൈഫിൽ. കാരണം ഇവിടെ ചില ആളുകൾ ലീവ് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കും, അങ്ങനെയുള്ളൊരു ചിന്തയായിരിക്കാം. ഇവിടുത്തെ സമയം എന്ന് പറഞ്ഞാൽ ചില പ്ലാൻസ്, സം പ്ലാൻസ് ഗോ ഓൺ ഹോൾഡ്. പക്ഷേ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള സമയമാണ്. ഈ ഒരു സമയം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വേൾഡ് ട്രാവൽ, വേൾഡ് ടൂറിനുള്ളൊരവസ്ഥ ഉണ്ടാക്കുന്ന സമയമാണ്. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കുകയും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക, അതൊരു പോസിറ്റീവായിട്ട് കാണുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള ഒരു അവസരം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിമാരോ ആരെങ്കിലുമൊക്കെ പുറത്തുള്ളവരും, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഒരു യൂറോ ട്രിപ്പ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്തേക്ക് ഒരു ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ ഇത് സൂചിപ്പിക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇതൊന്നും. മാത്രമല്ല, മറ്റൊരു രാജ്യം കാണുകയും മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം അനിവാര്യമായിട്ടുണ്ടാകണം ലൈഫിലെന്ന് തോന്നുമ്പോൾ ആ യാത്രകൾ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ എവിടെയാണോ ഉള്ളത് അത് മാത്രമല്ല ഒരു ലോകം, പുതിയ ലോകം കാണുകയും അങ്ങനെ കണ്ടു തുടങ്ങുമ്പോൾ പല കാര്യങ്ങളും മനസ്സിലാക്കുകയും യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു വർഷം നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് വീട് സംബന്ധമായിട്ടുള്ള കാര്യമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു വീട് ഫൈനലൈസ് ചെയ്യുന്നുണ്ട്, വീട് അതേപോലെ മേജറായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഫൈനലൈസ് ചെയ്യുന്ന ഒരു സാഹചര്യം. യാത്രകൾ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. ബിസിനസ് ട്രിപ്സ്, വർക്ക് ട്രിപ്സ് ഒക്കെ. അതേപോലെ തന്നെ ഇവിടെ സൂചിപ്പിക്കുന്ന റിലേഷൻഷിപ്പിലൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം സംഭവിക്കുന്നു. ചിലപ്പോൾ പ്രണയിതാക്കൾ മാരേജിലേക്ക് പോകുന്നതായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഒരു ലിവിങ് റിലേഷൻഷിപ്പിലായിരിക്കാം. നിങ്ങൾ ഒത്തിരി നാളായിട്ട് അങ്ങനെ ആയിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു മാരേജ് കൾച്ചർ അതിലൊക്കെ താല്പര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിലേക്ക് വരുന്നുണ്ടാവും. അല്ലെങ്കിൽ കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിച്ച വ്യക്തികളായിരിക്കാം. അപ്പം അറ്റ് ദ മൊമെൻറ്റ് നിങ്ങളിപ്പോൾ കുട്ടികൾ എന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എനർജി, ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരി ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. റൊമാൻറ്റിക് എനർജി വളരെ നല്ലൊരു എനർജിയാണ്. അപ്പോൾ പ്രണയത്തിലേക്ക് ആകാനുള്ള സാധ്യതകൾ വളരെയധികം സൂചിപ്പിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. അതേപോലെ തന്നെ ലൈഫിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഈ ഒരു എനർജി ഏഞ്ചൽ ഓഫ് ഓഷ്യൻസ് ആണ്. ഈ ഒരു എനർജി സൂചിപ്പിക്കുന്ന ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ഫൈനലി നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇൻഫിനിറ്റി സിമ്പിളാണ്. ഇത് ഹീലിംഗ് ആണ് സൂചിപ്പിക്കുന്നത്. ഈ നിങ്ങളെ സംബന്ധിച്ച് സ്ട്രോങ് മെസ്സേജാണ് പൈൽ നമ്പർ 2. റിക്കവറി, റീജനറേഷൻ, ഹീലിംഗ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കുക, വേണ്ടത്ര റെസ്റ്റ് എടുക്കുക. ഇതുവരെ നിങ്ങൾ റെസ്റ്റ് എടുക്കാതെ വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇവിടെ റെസ്റ്റ് എടുക്കേണ്ടുന്ന സമയമാണ്. ചില ആളുകൾ ഹീലിങ്ങിനും ഒന്നുകിൽ നിങ്ങൾ മാനസികവും ശാരീരികവുമായിട്ടുള്ള നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടോ, അതല്ലെങ്കിൽ നിങ്ങളൊരു ഹീലർ, അതായത് ഒരു സ്പിരിച്വൽ ഹീലർ, ക്രിസ്റ്റൽ ഹീലർ അതുപോലുള്ള ആളുകളെ അതുപോലെ ആളുകളെ കാണുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചില ആളുകളും
ജോലി എന്നുള്ളതിൽ നിന്ന് മാറുന്നു എന്നുള്ളതും ബാലൻസ് ചെയ്യാണ്. ലൈഫ് ബാലൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ കരിയർ ആൻഡ് പേഴ്സണൽ ലൈഫ് എല്ലാം ബാലൻസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതേപോലെ നിങ്ങൾ വളരെയധികം കമ്പാഷനേറ്റ് ആയിട്ട് മാറുക നിങ്ങളോട് തന്നെ. കാരണം ഇവിടെ നമ്മൾ പലപ്പോഴും നമ്മൾ അമിതമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചില ആളുകൾ പറയും വേറെ വഴിയില്ല എന്നുള്ളത്. വഴി നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ഏഞ്ചൽസ് ആർ ഹിയർ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തി, ആ ഒരു പ്രപഞ്ച ശക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ആർക്ക് ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് സ്ട്രെങ്ത് കാർഡ്, അതേപോലെ 6 ഓഫ് പെൻറ്റക്കിൾസ് എനർജി ആൻഡ് 9 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. നിങ്ങൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത്. അതേപോലെ തന്നെ പെൻറ്റക്കിൾ എനർജിയാണ് സ്ട്രോങ് ആയിട്ട്, മാത്രമല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് തന്നെ പറയാം. ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ നിങ്ങൾ കുറേ നാളായിട്ട് ശ്രമിച്ച എന്തെങ്കിലും കാര്യമായിരിക്കും. ഒത്തിരി ശ്രമിച്ചിട്ടുണ്ടാവും, പക്ഷെ ഇതുവരെ നിങ്ങൾ അതിലേക്ക് എത്തിയില്ല. ഫൈനലി നിങ്ങൾക്ക് അതിൻ്റെ റിവാർഡ് കിട്ടുകയാണ് എന്നുള്ളതാണ്. ചില ആളുകളെ സംബന്ധിച്ച് ജസ്റ്റ് ഗെറ്റിംഗ് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ ഒരു സമയമുണ്ട് ഇനിയും അതിലേക്ക് സ്ലോലി നിങ്ങൾ ആ ഒരു ഇതിലേക്ക് എത്തുന്നു. നിങ്ങൾ വിചാരിച്ച കാര്യം നേടിയെടുക്കാൻ സക്സസ്ഫുൾ ആവാനുള്ള എല്ലാ തരത്തിലുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങൾ ഈ വർക്കിന് വേണ്ടിയിട്ട്, ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് ഒത്തിരി സാക്രിഫൈസ്, ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുകയാണ്. ഇവിടെ ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത്, നമ്മൾ പറയും വാതിക്കലെത്തിയിട്ട് കലോടയ്ക്കാതിരിക്കുകയെന്ന്. കാരണം ഇവിടെ നിങ്ങളുടെ ഒരു വഴിയിൽ നിങ്ങളുടെ എബിലിറ്റി, നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ ഡൗട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ചൂസ് ചെയ്ത പാത വളരെ, അതായത് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള പാത തന്നെയാണ്, മുന്നോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ശരിയായിട്ടുള്ള കറക്റ്റ് ട്രാക്കിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ ശരിയായിട്ടുള്ള പാതയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡോണ്ട് ഫൊർഗെറ്റ് ടു എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാൻ മറക്കാതിരിക്കുക. ജീവിതത്തിൽ ഒരു ലക്ഷറി അതേപോലത്തെ പോസിറ്റിവിറ്റിയാണ്. ഫെയിം വരുന്നുണ്ട്. ഫെയിം എന്ന് പറയുമ്പോൾ നിങ്ങൾ നല്ല പേര് കേൾക്കുന്നതായിട്ട്, അതേപോലെ ഫെയിം ആൻഡ് ഗുഡ് ഫോർച്യൂൺ ആണ്. അപ്പോൾ ഫെയിം ആൻഡ് ഫോർച്യൂൺ, അപ്പോൾ നിങ്ങൾ നല്ല പേര് കേൾക്കുന്നു, അതേപോലെ നിങ്ങൾ സാമ്പത്തികമായിട്ട് മുന്നേറുന്നു, ആ ഒരു എനർജിയാണ്. അപ്പോൾ ലൈഫിൽ നിങ്ങൾ നല്ല പേര് കേൾപ്പിക്കുന്നു, മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്താണ്, അതായത് ആ ഒരു പ്രപഞ്ച ശക്തിക്ക് നന്ദി പറയുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ എന്താ ആദ്യം പറയുന്നതെന്ന് കൂടി ചിന്തിക്കുക. താങ്ക് ഗോഡ്, ഈ ആഗ്രഹിച്ച കാര്യം നടന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ട ദൈവത്തെ വിളിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദൈവം ഏതാണ്, അല്ലെങ്കിൽ കൃഷ്ണ, ഗുരുവായൂരപ്പ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങളുടെ ദൈവം ഏതാണ് എന്നുള്ളത് വിളിക്കുക. അല്ലെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇവിടെ സൂചിപ്പിക്കുന്നത് റീഅറേഞ്ച് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം മൊത്തത്തിൽ നിങ്ങൾ റീഅറേഞ്ച് ചെയ്യണം. നിങ്ങൾ പുതിയ വീട് പണിയുന്നു, വീട് റീഡെക്കറേറ്റ് ചെയ്യുന്നു, പുതിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ സമയം, നിങ്ങളുടെ മണി, ഇതെല്ലാം നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടി, അതായത് നിങ്ങളുടെ വീട് മൂടി പിടിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ മറ്റൊരു കാര്യം, നിങ്ങളുടെ പേരും പ്രശസ്തിയും, നിങ്ങൾ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിരിക്കും പലയിടങ്ങളിൽ. കാരണം ഇവിടെ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾ, നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിറ്റി, അതിലുള്ള ആളുകൾ ഒരു പക്ഷെ നിങ്ങൾ അത്രയും വില നൽകിയിട്ടില്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു സെലിബ്രിറ്റി പോലെ ആയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ നോക്കിക്കാണുന്നത് പണ്ട് നിങ്ങളെ എങ്ങനെയാണോ കണ്ടിരുന്നത് അതുപോലെയല്ല. കാരണം നിങ്ങളിപ്പോൾ വളരെ ഉയർന്ന ഒരു ലെവലിലാണ് നിൽക്കുന്നത്. നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആണ്. പണ്ടൊക്കെ നിങ്ങൾക്ക് എല്ലാ ആളുകളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ചില ആളുകൾ നിൽക്കില്ലേ, കൈ എപ്പോഴും ഇങ്ങനെ, സ്ത്രീകളാണെങ്കിൽ ഷോളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ നെർവസ്നെസ് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുക, അതായത് നിങ്ങളൊട്ടും കോൺഫിഡൻ്റ് അല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. നിങ്ങൾ വളരെ കൂളായിട്ട് നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈല്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് മൊത്തത്തിൽ മാറിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ളത് കാണാം. അതേപോലെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടി എന്നുള്ളൊരു ഉറപ്പ്, എന്നൊരു തൃപ്തിയും നിങ്ങളിലുണ്ടാകുന്നു എന്നുള്ളത്. നേടി എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ
നിങ്ങൾ നേടിയ കാര്യങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്നുള്ളതും കൂടി. അതായത് ഒരു സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിരിക്കാം, മറ്റെന്തെങ്കിലും തരത്തിലുള്ള സ്റ്റെബിലിറ്റി ആയിരിക്കാം. ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ സ്റ്റേബിൾ ആവുകയാണ് ഫൈനലി എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷനും സൂചിപ്പിക്കുന്നുണ്ട്. എത്ര ചാലഞ്ചസ് വന്നാലും അതിനെ അതിജീവിക്കാൻ ഉള്ള ഒരു എനർജി. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ റിക്കവറി ഫേസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ഫൈനലി റിക്കവർ ചെയ്തു എന്ന് തന്നെ പറയാം എല്ലാ കാര്യത്തിലും. ആൻഡ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കിങ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി മെയിനായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളിൽ, നിങ്ങൾ ആഗ്രഹിച്ച പൊസിഷനിൽ ഫിനാൻഷ്യലി കരിയർ വൈസ് നിങ്ങൾ മുന്നോട്ടേക്ക് പോയിരിക്കുന്നു. നിങ്ങളുടേത് എന്താണോ അത് നിങ്ങളിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. മാത്രമല്ല നിങ്ങളുടേത് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജസ്റ്റ് ബിക്കോസ് യു ഹാവ് മണി അതെല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നാണ് ചില ആളുകളുടെ ചിന്ത, ചില ബന്ധുക്കൾ അങ്ങനെയുള്ളവർ. അപ്പോൾ പ്രൊട്ടക്ട് വാട്ട് ഈസ് യോഴ്സ്. മറ്റുള്ളവരെ സഹായിക്കാം, പക്ഷെ സഹായം അർഹിക്കുന്നവർ. അപ്പോൾ നിങ്ങളുടെ കൂടെ നിന്നിട്ടുള്ളവർ, നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള ആളുകളെ കൈപിടിച്ച് ഉയർത്തുക. നിങ്ങളെ താഴ്ത്തി കിട്ടിയ ആളുകൾ, അവർക്കും നിങ്ങൾ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സഹായിക്കുക. പക്ഷെ അവിടെ നിങ്ങൾക്ക് ഒബ്ലിഗേഷൻ ഒന്നുമില്ല. പക്ഷെ നിങ്ങളുടെ കൂടെ നിന്ന ആളുകളെ സഹായിക്കേണ്ടത് നിങ്ങളുടെ ഒബ്ലിഗേഷനായിട്ട് കണ്ടിട്ട്, അല്ലെങ്കിൽ അവരോടുള്ള നിങ്ങളുടെ സ്നേഹമായിട്ട് അവരുടെ കൂടെ നിൽക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും എ ബിഗ് താങ്ക് യു. ഇനി നമുക്ക് പൈൽ നമ്പർ 3യിലേക്ക് കിടക്കാം. സോ പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ പൈൽ നമ്പർ 3. പൈൽ നമ്പർ 3 നിങ്ങൾക്കുള്ള വിഷുവിൻ്റെ സന്ദേശം. പൈൽ നമ്പർ 3 നിങ്ങൾക്കുള്ള വിഷുവിൻ്റെ സന്ദേശം. പൈൽ നമ്പർ 3 എന്താണ് എന്ന് നമുക്ക് നോക്കാം. Ace of Swords, 6 of Swords, Moon card, King of Wands, Knight of Wands, Death card. Okay, so pile number 3. Ace of Swords, 9 of Wands and Moon card എനർജിയാണ്. ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് നിങ്ങളുടേത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ലൈഫിൽ നമ്മൾ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടുന്ന ഒരു സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എടുക്കേണ്ടുന്ന തീരുമാനങ്ങൾ നിങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു. തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. യു ഹാവ് ടു ടേക്ക് ദോസ് ഡിസിഷൻസ്, സ്മാർട്ട് ഡിസിഷൻസ്. ഇപ്പോൾ ഈ ഒരു തീരുമാനങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എടുക്കുന്ന ഈ പ്രധാനപ്പെട്ട തീരുമാനം നിങ്ങൾ ലൈഫ് ലോങ് അല്ലെങ്കിൽ ലോങ് ടേമിലേക്കുള്ള സക്സസ് ആണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ചില തീരുമാനങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താൻ, അതായത് ഇമ്മീഡിയറ്റ് വിക്ടറി നൽകുന്ന തീരുമാനങ്ങളായിരിക്കും. തീർച്ചയായിട്ടും ഇവിടെ അടുത്തിടെയായിട്ട് നിങ്ങൾക്ക് കുറച്ച് ടെൻഷൻ അല്ലെങ്കിൽ അൺസർട്ടനിറ്റീസ് ആണ്. ഇത് എന്താണ് ചെയ്യേണ്ടത്, എന്ത് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ബ്രേക്ക് ത്രൂവിൻ്റെ ടൈമാണ്. നിങ്ങൾ മുന്നോട്ടേക്ക് ഒരു പ്രധാനപ്പെട്ട കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ്. റിലേഷൻഷിപ്പ് സംബന്ധിച്ചിട്ടുള്ള തീരുമാനമായിരിക്കും. ഇവിടെ റിലേഷൻഷിപ്പ് സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് എനർജിയാണ് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കാണുന്നത്. കൂടുതലായിട്ട് നമുക്ക് അതിലേക്ക് വരാം. എന്തായാലും ഇവിടെ ഒരു വളരെ സ്മാർട്ടായിട്ട് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്, പല കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരു സമയമാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഡിഫെൻസ് എനർജി ഉണ്ട്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് എന്താ പറയുക, ലീഗൽ വിക്ടറിയാണ്. നിങ്ങളെ ഡിഫെൻഡ് ചെയ്ത് ഒരു ആർഗ്യുമെൻ്റ്, ഒരു ഡിബേറ്റിലൊക്കെ നിങ്ങൾ വിജയിക്കുകയാണ്. അത് ചിലപ്പോൾ ഒരു കോർട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾ ലീഗലായിട്ടുള്ള എന്തെങ്കിലും ന്യായത്തിന് വേണ്ടി പോരാടുന്ന ഒരു സമയമാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം പറഞ്ഞുകൊണ്ട് അതിലേക്ക് വിജയിക്കാനുള്ള സാഹചര്യം. നിങ്ങൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടാണ് ഇവിടെ പെരുമാറുന്നതായിട്ട്. നിങ്ങൾ സാധാരണഗതിയിൽ പെട്ടെന്ന് ചാടി കയറി തീരുമാനമെടുക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ ഈ ഒരു സമയം വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് ആലോചിച്ച് കണ്ട് തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യമാണ്. അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് ചാടി കയറി തീരുമാനമെടുക്കുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു എനർജി റിലേഷൻഷിപ്പ്, നേരത്തെ പറഞ്ഞു റിലേഷൻഷിപ്പ് പോസിറ്റീവ് ടേൺ ആണ്. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചത്
നിങ്ങളുടെ എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ എന്ന് പറയുമ്പോൾ പൊതുവേ നിങ്ങൾ എന്ത് പറഞ്ഞാലും നെഗറ്റീവായിട്ട് എടുക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗം നിങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങളെ ഭയങ്കരമായിട്ട് ഷെയിംഫുള്ളായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ വളരെ ഗിൽറ്റി ആയിട്ട് തോന്നിപ്പിക്കും. നിങ്ങളാണ് ഇവിടെ തെറ്റുകാർ, അല്ലെങ്കിൽ എല്ലാ തെറ്റും നിൻ്റെ ഭാഗത്താണ് എന്നുള്ള രീതിയിൽ തോന്നിപ്പിക്കുകയും എപ്പോഴും നിങ്ങളത് വിചാരിച്ചിട്ട് നിങ്ങൾ ആ ചിന്തയിൽ നിങ്ങളാണ് തെറ്റുകാർ എന്ന ചിന്തയിലേക്ക് പോകുന്നുണ്ടാവും. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് അങ്ങനെയല്ല. നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം തെറ്റ് നിങ്ങളുടെ ഭാഗത്തല്ല എന്നുള്ളത്. തെറ്റ് ആരുടെ ഭാഗത്തായാലും ക്ഷമിക്കാൻ നിങ്ങൾ തയ്യാറാണ്, പക്ഷേ അവരൊരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ വെറുതെ ഉള്ളൊരു കാര്യം മാത്രമല്ല, കാരണം ഇവിടെ ഫാമിലി സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ തെറ്റെന്ന് പറയുമ്പോൾ ഇവിടെ പ്രോപ്പർട്ടി ഇൻവോൾവ് ആയിട്ട് കാണും, നിങ്ങളെ സ്വത്തുവകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അത് ലീഗൽ മാറ്റേഴ്സും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും സ്വത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ സഹോദരങ്ങൾക്കോ മറ്റുള്ളവർക്കോ ആർക്കെങ്കിലും അത് കൊടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ ബ്രദർ സിസ്റ്റർ ആയിരിക്കും. അപ്പോൾ അവരത് ഞങ്ങളുടേതാണ് എന്നുള്ള ആ ഒരു രീതിയിലോ എന്തൊക്കെയോ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും ഫാമിലിയിൽ നിങ്ങൾക്കറിയാം അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ളവർ ബന്ധത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ അതായത് ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സിറ്റുവേഷൻ, നിങ്ങൾ ചിലപ്പോൾ സാക്രിഫൈസസ് ഒക്കെ ചെയ്തത് ആക്ച്വലി നിങ്ങളായിരിക്കും പാസ്റ്റിൽ. അവരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ അവർ കാണിക്കുന്നത് അവരാണ് എല്ലാം ചെയ്തത് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ യു നീഡ് ടു ജസ്റ്റിഫൈ ചെയ്യണം എന്നുള്ളൊരു ചിന്ത നിങ്ങളെ തന്നെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടാവും. എന്തൊക്കെ രീതിയിൽ ഡിഫെൻഡ് ചെയ്താലും അവരെ പ്ലേറ്റ് മാറ്റുന്നു എന്നുള്ള രീതിയിലാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ഇഫ് യു ആർ ഹോൾഡിങ് ഓൺ ടു ടൈറ്റ്ലി, അതായത് നിങ്ങൾ ഈ ഒരു ബന്ധം നിലനിർത്തണം എന്നുള്ളൊരു ചിന്തയിൽ നിന്നിട്ടും ആ പല കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊക്കെ വെറും മിഥ്യാധാരണയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ ചെയ്യേണ്ടത് പ്രൊട്ടക്റ്റ് വാട്ട് ഈസ് യോഴ്സ്. നിങ്ങളുടേത് എന്താണത് പ്രൊട്ടക്റ്റ് ചെയ്യുക. ഒന്നത് നിങ്ങളുടെ സെൽഫ് എസ്റ്റീം, നിങ്ങളുടെ ഡിഗ്നിറ്റി, പിന്നെ നിങ്ങളുടെ ഈ പ്രോപ്പർട്ടി നിങ്ങളുടേതാണ് ലീഗലി, നിങ്ങളുടേതാണെങ്കിൽ അത് നിങ്ങളുടേതാണ്. മറ്റുള്ളവർ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് അത് അവരിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. പ്രൊട്ടക്റ്റ് വാട്ട് ഈസ് യോഴ്സ് ബൈ ഓൾ മീൻസ് എന്നുള്ള രീതിയിലാണ്. നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളൊരു മെൻ്റൽ സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട്. ഈ ഒരു ചാലഞ്ചസിനെ അതിജീവിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. ആ ഒരു എനർജി, ആ ഒരു കണക്ഷൻ നിങ്ങളെ സംബന്ധിച്ച് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഒരു കണക്ഷനാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു ഇല്യൂഷനാണ്. ചില ബന്ധങ്ങൾ, ചില ആളുകൾ, ചില സാഹചര്യങ്ങളൊക്കെ വെറും ഇല്യൂഷൻ മാത്രമാണ്. ഒരു സിറ്റുവേഷൻ, ഒരു റിലേഷൻഷിപ്പ് ചിലപ്പം ചില ആളുകൾ ഇവിടെ ഒരു പ്രണയം കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, അതാണ് എടുത്ത് പറയുന്നത്. അത് ചിലപ്പോൾ ഒരു ഇല്യൂഷനായിരിക്കും, അതായത് സത്യസന്ധമായിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറയില്ലേ എന്താണ്, ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഇസ് നോട്ട് ഗോൾഡ്. നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ നമ്മളത് സ്വർണ്ണമാണ്, നമ്മൾ തനിത്തങ്കം എന്നൊക്കെ പറയും, പക്ഷേ പ്രത്യക്ഷത്തിൽ അതങ്ങനെയല്ല, പറച്ചില് മാത്രമാണെന്നുള്ളത് മനസ്സിലാവും. നിങ്ങളുടെ ഇൻഡ്യൂഷൻ വളരെ സ്ട്രോങ് ആണ്. നിങ്ങളുടെ ആ ഒരു ഇൻഡ്യൂഷൻ നിങ്ങളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത് അതിനനുസരിച്ചിട്ട് നിലകൊള്ളുക, അല്ലാണ്ട് മറ്റുള്ളവരെന്ത് പറയുന്നു എന്നതിനനുസരിച്ചിട്ടല്ല എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കൊരു ഇമോഷണൽ ബ്ലോക്ക് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ഇമോഷണൽ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് സൈക്രൽ ചക്ര ബാലൻസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സൈക്രൽ ചക്ര കളർ ഓറഞ്ചാണ്. അപ്പോൾ അതെങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടതെന്നുള്ളത് പലതരത്തിലുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ട് നിങ്ങളത് ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഫോളോ ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ്ലി അത് ഫോളോ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് സമയം കൊടുക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഇൻഡ്യൂഷൻ അതിനുള്ള ആൻസേഴ്സും ഉണ്ട്. അപ്പോൾ ആദ്യം ചെയ്യുക, ഒരു മൂൺ എനർജി സൂചിപ്പിക്കുന്നത് ഫുൾ മൂൺ, ന്യൂ മൂൺ ടൈമിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, റിച്വൽസ് ചെയ്യുക. അതേപോലെ തന്നെ വാട്ടർ എനർജി, ഇവിടെ ഇപ്പോൾ വാട്ടർ, പ്രത്യേകിച്ച് നിങ്ങളുടെ പൈസസ്, ക്യാൻസർ, സ്കോർപ്പിയോ വാട്ടർ സയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് വാട്ടർ മാനിഫെസ്റ്റേഷൻ ചെയ്യാം. അല്ലാത്തവരും വാട്ടർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത്, പ്രത്യേകിച്ച് വാട്ടർ സയൻസ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഇതിനുള്ള ഉത്തരങ്ങളെല്ലാം തരുന്നു. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആൻസേഴ്സ് ഉണ്ട്. മെഡിറ്റേറ്റ് ചെയ്യുക, സേക്രഡ് ചക്ര ബാലൻസ് ചെയ്യുമ്പോൾ ആ ബ്ലോക്ക് മാറി ലോജിക്കലായിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ടുള്ളത് കിങ് ഓഫ് വോൺസ്, ഡെത്ത് കാർഡാണ്. അപ്പോൾ ഈ ഒരു എനർജി കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ, ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസ് ആണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്, ഈ ഒരു എനർജി ഓഫ് ഡെത്ത്.
മാറ്റത്തിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ മാറ്റത്തിൻ്റെ ശങ്കുലി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചില ആളുകൾ നിങ്ങളുടെ ശാരീരികമായിട്ടും ഇമോഷണൽ, മെൻ്റൽ, ഫിസിക്കൽ എല്ലാ അർത്ഥത്തിലുള്ള മാറ്റമായിരിക്കും സൂചിപ്പിക്കുന്നത്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു ഫേസിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഇനി അനിവാര്യമല്ലാത്ത കാര്യങ്ങൾ ലൈഫിൽ നിന്ന് മാറ്റുകയാണ്. അതിപ്പോൾ നേരത്തെ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ പല കാര്യങ്ങളും ആയിരിക്കാം, നിങ്ങളുടെ ചില ബന്ധങ്ങളായിരിക്കാം, ബന്ധുക്കളായിരിക്കാം, ചില സാഹചര്യങ്ങളായിരിക്കാം, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറുകയാണെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ സ്റ്റക്കായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങൾക്ക് തീരെ റെസ്പെക്റ്റ് തരാത്തൊരു ജോലിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പഴയ ഹാബിറ്റ്സ്. ഇവിടെ റിലേഷൻഷിപ്പ് മറ്റു കാര്യങ്ങൾ കൂടാതെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് തന്നെ ടോട്ടലി നിങ്ങൾ മാറണം. നിങ്ങളെ ചില സ്വഭാവ രീതികളുണ്ടാവും. അത് നിങ്ങൾക്ക് ഇനി ഒരിക്കലും ആവശ്യമില്ല. അത് ദാറ്റ് ഈസ് നോ ലോങ്ങർ സെർവിങ് യു. അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആ ഒരു ഹാബിറ്റ്സ് നിങ്ങൾ മാറ്റാണ്. അതേപോലെ തന്നെ ഈ ഒരു എനർജി ഇറ്റ് ക്ലിയേഴ്സ്. മൂൺ കാർഡ് ഉണ്ട്, അപ്പോൾ ഡെത്ത് കാർഡ് ഉണ്ട്. അപ്പോൾ ചില ക്ലാരിറ്റി ഇല്ലായ്മ അത് ക്ലിയർ ഔട്ട് ചെയ്യാണ്. അതായത് നിങ്ങളുടെ കൺഫ്യൂഷൻസ്, സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കൺഫ്യൂഷൻ മാറ്റിയിട്ട് പുതിയ പുതിയ ഐഡിയാസ്, കാര്യങ്ങൾ, പുതിയ ഓപ്പർച്യൂണിറ്റീസ് ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ ഈ മാറ്റം എന്ന് പറയുമ്പോൾ മാറ്റം നിങ്ങളിലേക്ക് വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം അതിനെ എന്താ പറയുക, അതിനെ അക്സെപ്റ്റ് ചെയ്യാതെ അതിന് ഒഴുക്കിനൊത്ത് നീന്തുക, ഒഴുക്കിനെതിരെ അല്ല നീന്തേണ്ടത് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുതിയ ലൈഫ് അല്ലെങ്കിൽ പുതിയൊരു ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് ഇത് നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അത് എവിടെയാണ്, എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് വേണ്ടുന്ന മാറ്റങ്ങൾ ലൈഫിൽ കൊണ്ടെത്തിക്കുക. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു നിങ്ങളുടെ ഒരേ ഒരു ജീവിതമാണ് എല്ലാവർക്കും ഉള്ളത്. ആ ജീവിതം ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ പറയും ടർബുലൻ്റ് ആയിട്ടുള്ള ഒരു എനർജി എന്നൊരു എന്താ പറയുക, ഒരു കൊടുങ്കാറ്റിലുള്ള ഒരു ആടി ഉലയുന്ന ഒരു കപ്പലിൽ നിന്ന് ഒരു കാമോ വാട്ടേഴ്സിലുള്ള ഒരു പ്രദേശത്തേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നത് ഈ കോൺഫ്ലിക്റ്റ്, അൺസർട്ടനിറ്റി ഒക്കെ മാറുകയാണ്. സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ലൈഫിൽ നിന്ന് മാറുകയാണ്. പക്ഷെ നിങ്ങൾ എടുക്കേണ്ട സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുക. വീണ്ടും പഴയ പോലെ തന്നെ ഇരിക്കുകയാണെങ്കിൽ അതങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോകും എന്നുള്ളതാണ്. പോസിറ്റീവ് വേസ്, ന്യൂ വേ ഓഫ് വർക്കിംഗ്. ഒന്നെങ്കിൽ നിങ്ങളുടെ ജോലിയിലാണ് പ്രശ്നമെങ്കിൽ പുതിയ രീതിയിൽ വർക്ക് ചെയ്യുക. അതായത് ആരും പറഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ പുതിയ ജോലി നോക്കുക, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ നോക്കാം. നിങ്ങൾക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക. കാരണം ഈ എന്തൊക്കെ പറഞ്ഞാലും കേട്ടാലും ആ ജോലിയിൽ നിൽക്കുക നല്ല ശമ്പളം ഉള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ജോലി കിട്ടില്ല എന്നുള്ള വിശ്വാസക്കുറവ് കൊണ്ടായിരിക്കാം. എന്ത് തന്നെ ആയാലും നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വേണ്ടാത്തത് ലൈഫ് നിങ്ങൾ ലീവ് ബിഹൈൻഡ്. പീപ്പിൾ, സിറ്റുവേഷൻസ് എന്തായാലും നിങ്ങൾക്ക് ലൈഫിൽ ഇനി വേണ്ട എന്ന്, അത് നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് എന്ത് തന്നെയായാലും വിട്ടുകളയുക. ഗോ വിത്ത് ദ ഫ്ലോ ഓഫ് ലൈഫ് എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള മെയിൻ മെസ്സേജ്. റെസിസ്റ്റ് ചെയ്യാതിരിക്കുക, ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ടൊരു തീരുമാനം ഇവിടെ എടുക്കേണ്ടുന്ന ഒരു അനിവാര്യതയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ലൈഫിൽ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സമയം വളരെയധികം സെൽഫ് മോട്ടിവേറ്റഡ്, അതായത് നിങ്ങളിപ്പോൾ കുറച്ച് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് നിങ്ങൾ തന്നെ ആക്ഷൻ എടുക്കുക. ഇവിടെ ഒരു ഓൺട്രപ്രനോറിയൽ എനർജി ഉണ്ട്. അതായത് നിങ്ങളൊരു ബിസിനസ് ആ ഒരു രീതിയിലേക്ക് പോകാനുള്ള ചാൻസസും, അതിന് നിങ്ങൾ ഓപ്പൺ മൈൻഡഡ് ആയിട്ടിരിക്കുക, സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. വളരെയധികം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു എനർജി, ആ ഒരു പവർ സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ അവരെന്താണ് ചിന്തിക്കുന്നത്, അവരേത് ലെവലിലേക്ക് എങ്ങനെ സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി ആരാണ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ വ്യക്തിയുടെ ഇൻ്റലക്ച്വൽ ലെവലിൽ നിന്നിട്ടാണ് സംസാരിക്കുക. അപ്പോൾ ആ വ്യക്തിക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതി എന്താണോ ആ രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുക. അതുകൊണ്ട് അവരെ കൺവിൻസ് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. എന്ത് ജോലിക്കാണോ അത് ബിസിനസ്സോ എന്തിലായാലും. ട്രാവൽ വളരെ പ്രാധാന്യമുള്ള കാര്യമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്നുകിൽ മറ്റൊരു വിദേശ രാജ്യത്തേക്ക് ട്രാവൽ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ട്രാവൽ ആയിരിക്കാം. കാരണം ഇവിടെ ഒത്തിരി ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഭാഷാ ശൈലികൾ, കൾച്ചർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളായിട്ട് നിങ്ങൾ
നിങ്ങൾക്ക് പരിചയപ്പെടാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. അതുപോലെ അങ്ങനെയുള്ള ആളുകൾ, നല്ലൊരു നെറ്റ്വർക്ക് ഓഫ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ വളരെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കാൻ പോകുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. വളരെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള രീതിയിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കൂടിയിട്ടാണ്. ലൈഫ് നിങ്ങൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല ജീവിതം എന്നുള്ളതാണ് ഒന്ന്. അതേപോലെ തന്നെ നിങ്ങളുടെ മെയിൻ തീം വന്നിട്ട് ഇവിടെ കിങ് ഓഫ് സോഡ്സ് എനർജിയാണ്. കിങ് ഓഫ് സോഡ്സ് എനർജിയാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക്, ഇവിടെ ആംബീഷ്യസ് ആണ് നിങ്ങൾ, ആ ലെവലിലേക്ക് ഒരു പ്രൊഫഷണൽ കരിയർ നിങ്ങൾക്ക് വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ്. അതിനിപ്പോൾ ജോലിയാണെങ്കിലും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബിസിനസ് ആണെങ്കിലും നിങ്ങൾ നല്ലൊരു സ്ട്രാറ്റജിസ്റ്റ് ആണ്. അപ്പോൾ എവിടെയും നല്ലൊരു ലെവലിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും. ഇംപേഷ്യൻ്റ് ആവാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആകും. ഇംപേഷ്യൻ്റ് ആവാതിരിക്കുക, ലോജിക്കലായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുക, ഒരു മെൻ്റലി ഇമോഷണലി ഫിസിക്കലി എല്ലാ അർത്ഥത്തിലും നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങുക എന്നുള്ളൊരു മെസ്സേജ് കൂടിയിട്ടാണ് ഇവിടെ പറയാനുള്ളത്. ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.